ഇപ്പം നമ്മളൊരു ക്രാഷ് ആയതിനെ അവിടെ. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ സ്പീഡ് വേയുടെ നമ്മുടെ ഗോകാർട്ട് ട്രാക്കിലാണ്. നമ്മൾ ഇവിടെ വന്നേക്കുന്ന ഒരു BMW ഒരു പരിപാടിക്ക് വേണ്ടിയാണ്. നമ്മുടെ 310R ഒരു ട്രാക്ക് ഡേ നമ്മുടെ BMW തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ട്രാക്ക് ഡേ ആണ്, ലെവൽ 1 ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റുക. അതിനുണ്ട് നമ്മുടെ ക്ലച്ച്ലെസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഓൾവിൻ ഉണ്ട്. ഞങ്ങൾ 3 പേരുണ്ട്. ഞങ്ങൾക്ക് ട്രാക്ക് ഓടിക്കാനുള്ള ഒരു അവസരം നിന്ന് BMW സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ 310R തരും. നമുക്കിന്നൊരു എക്സ്പീരിയൻസ് ചെയ്യാം. എങ്ങനെയാണ് ഗോകാർട്ട് ട്രാക്കിൽ ഞാൻ ആദ്യം കേട്ടോ ബൈക്ക് ഓടിക്കാൻ പോണേ. അപ്പോൾ അത് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും, ഭയങ്കര ടെക്നിക്കലായിരിക്കും, ചെറിയ ടേൺസ് ആൻഡ് കോർണേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഓണേഴ്സിന് വേണ്ടിയിട്ട് 310R ഓണേഴ്സിന് വേണ്ടിയുള്ള ഒരു ട്രാക്ക് ഡേ ആണ് ഇന്നിവിടെ കണ്ടക്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ അകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ തൃശ്ശൂരിലെ സ്പീഡ് വേയിലെ നമ്മുടെ ട്രാക്ക് കേട്ടോ, ഗോകാർട്ട് ട്രാക്ക്. AJ ഈസ് ഹിയർ, ദ മെയിൻ BMW മെയിൻ. നമ്മുടെ AJയുടെ വണ്ടിയായിട്ട് ഇരിക്കുന്നത്, ചണ്ടൊക്കെ ചെയ്യണ വണ്ടിയാണ് AJ, നമ്മുടെ BMW 310R തന്നെ. അപ്പോൾ ഇത് അവിടെ ട്രാക്ക് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതാണ് നമ്മുടെ ട്രാക്ക്. ഞാൻ ട്രാക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രാക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ ചെറിയ ഗോകാർട്ട് ട്രാക്ക്. ഈ ട്രാക്കിലാണ് നമ്മളെ അവർ പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് ലെവൽ 1 ട്രെയിനിങ്, ബേസിക് ട്രെയിനിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഭയങ്കര, അതായത് 310 ഓണേഴ്സ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര യൂസ് ആയിരിക്കും. കാര്യം ബേസിക് ആയിട്ടുള്ളൊരു ട്രെയിനിങ് നമുക്ക് ചെറിയൊരു റേറ്റിൽ നമുക്ക് BMW ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെയുള്ള ഓണേഴ്സിനായാലും ട്രാക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടത്. അപ്പോൾ നമ്മൾ ഷൂട്ടപ്പ് ചെയ്തിട്ടോ, നമ്മൾ റൈഡിങ് ഷൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ബാച്ച് ഇപ്പോൾ കഴിഞ്ഞു പരിപാടി. ഇനി അടുത്ത ബാച്ച് കയറാൻ പോകണം. അടുത്ത ബാച്ചിൽ ഞാനും ഓൾവിനും ക്ലച്ചും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രാക്ക് ഓടിക്കാം. ഞാൻ ഹെൽമെറ്റിൽ GoPro വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കാണിച്ചു തരാം. ചെറിയൊരു ട്രാക്കാണ്, നിങ്ങൾക്ക് കാണാം. എന്താ ആകെ എനിക്കൊന്ന് ഒരു 600 meters to 1 kilometer ഇടയിൽ ഉണ്ടാവുള്ളൂ ട്രാക്ക്. അപ്പോൾ ചെറിയൊരു ട്രാക്കാണ്. അപ്പോൾ നമുക്ക് കയറി ഓടിക്കാൻ. ഓക്കെ, ഞാൻ എന്തേ അപ്പോൾ നമ്മുടെ G310R നമുക്ക് കാണാം. അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, അപ്സൈഡ് ഡൗൺ സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പുതിയ നമ്മുടെ 310R വന്നുണ്ട്, നമ്മുടെ ഫുള്ളി ഫെയർഡ് വേർഷൻ. അതൊക്കെ നമ്മൾ ഉടനെ കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാട്ടോ. ലെറ്റ്സ് ഗോ. ചവിട്ടി ഇടരുത് തന്നെ. വി ആർ ഹിയർ വിത്ത് എക്സ്പീരിയൻസ്ഡ് ഓൾവിൻ ആൻഡ് ക്ലച്ച്ലെസ് നാഷണൽ ചാമ്പ്യൻസ് ആണ്. ഓ, മുട്ടരച്ച് നശിപ്പിക്കുന്നതാണ്. നീ വേണം പറഞ്ഞുതരാൻ. ഇതാണ് അപ്പം നമ്മുടെ ട്രാക്ക്. ആദ്യം നമ്മൾ പയ്യാണ് പോണത് കണ്ടോ. ആദ്യം നമ്മൾ പയ്യെ ട്രാക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഗോകാർട്ട് ട്രാക്കിൽ ഓടിക്കണത്. ഓക്കെ, അവരെന്തോ കോഡ് ഭാഷയിലൊക്കെ സംസാരിച്ചു, എനിക്കറിയില്ല എന്താന്ന്. ചെറിയ ട്രാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടുതലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കാൻ പറ്റുക. അതായത് പെട്ടെന്ന് എങ്ങനെ കോർണേഴ്സൊക്കെ എടുക്കാം. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചേക്കാട്ട് ഞാൻ ആദ്യം കുറച്ച് ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ബട്ട് ചെറിയ ട്രാക്കിൽ ഓടിക്കാൻ നല്ല വ്യത്യാസമുണ്ട്. ഓ, ഇവരൊക്കെ ട്രെയിനേഴ്സാട്ടോ. ഓ, അവരാണ് നമ്മുടെ മുമ്പിൽ ഈ മുട്ടരച്ച് പോണത്. ഓക്കെ, സോ ഞാൻ ട്രാക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നൊന്നും സംസാരിക്കാൻ പറ്റുന്നു കേട്ടോ. സോ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് എക്സ്പീരിയൻസ് ആണ് ഫോർ ദ ട്രാക്ക്. ഇത് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ടെക്നിക്കലായിട്ട് എങ്ങനെ കോർണേഴ്സൊക്കെ എടുക്കാം, ആ കാര്യങ്ങളാണ് നമുക്ക് ഈ ചെറിയൊരു ട്രാക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൽ വന്ന് പഠിച്ചാൽ ഗുണമുണ്ടെന്ന് വെച്ചാൽ യെസ്, ഓബ്വിയസ്ലി ഗുണമുണ്ട്. നമുക്ക് ടേൺസ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ കേർവ്സ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ്
സെഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇറ്റ് വാസ് ഗുഡ്. ഞാൻ വണ്ടി പഠിച്ച് വന്നേ ഉള്ളൂ, ബട്ട് കൊള്ളാം. വണ്ടി പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഓടിക്കാനായിരുന്നു. ഹോപ്പ്ഫുള്ളി നമുക്ക് അടുത്തൊരു സെഷനിൽ വണ്ടി കുറച്ചും കൂടെ സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് റൗണ്ട് ഇറങ്ങാൻ പോകട്ടെ. നമുക്ക് കൊള്ളായിരുന്നു വണ്ടി. ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ വിചാരിച്ചേക്കാട്ട് വണ്ടി പെട്ടെന്ന് ശരിയാവും, നല്ല രീതിയിൽ ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് ഡള്ളായിരിക്കും വിചാരിച്ച് ട്രാക്ക് ഓടിക്കാം, പക്ഷെ നല്ല രസമുണ്ട് ഓടിക്കാൻ. അത് ഭയങ്കര ഫണ്ണ്, ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. ഈ പ്രോപ്പറായിട്ട് ലൈനൊക്കെ നോക്കി ഓടിക്കണം. അതെ, ഇനി നമുക്ക് ക്ലച്ച് നമുക്ക് ഓൾവിനും കൂടെ എനിക്ക് ലൈനും കാര്യങ്ങളും കറക്റ്റ് കാണിച്ചു തരും എന്നാണ് പറഞ്ഞേക്കണം അല്ലേ? അല്ലേ? സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ഇറങ്ങാം കേട്ടോ. സെക്കൻഡ് ലാപ്പാട്ടോ. നമ്മൾ സെക്കൻഡ് ലാപ്പിലേക്ക് കയറി നമ്മൾ ഓൾവിൻ നമുക്ക് കറക്റ്റ് ലൈൻ കാണിച്ചു തരും. ആ ലൈൻ ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റർ ആവാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മളൊരു ക്രാഷ് ആയതിനെ അവിടെ. സോ ലിറ്റിൽ മോർ ഇംപ്രൂവ്ഡ് ഐ ഗെസ്. ഓക്കെ, സോ ദിസ് ഈസ് ഐ തിങ്ക് ലഞ്ച് ബ്രേക്ക് ടൈമാണ്. ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നു, നമ്മൾ ട്രാക്ക് ഓടിക്കുന്നു അല്ലേ? അതാണ് നമ്മുടെ മെയിൻ പരിപാടി. സോ ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നു. നമ്മൾ ട്രാക്ക് കൂടുതലും പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് കൂടുതൽ ട്രാക്ക് ഓടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ ഓടിക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ദിവസമൊന്നും ലെവൽ 1 ലെവൽ 2 ട്രെയിനിങ് എടുത്താൽ നമുക്ക് ഒന്നും ആവില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 ഓപ്പൺ സെഷനെങ്കിലും ഓടിക്കാൻ മാത്രമേ നമുക്ക് ട്രാക്കൊക്കെ ഒന്ന് നമ്മൾ പരിചയമായി വരുള്ളൂ കേട്ടോ. ചെറിയ ട്രാക്ക് ആയതുകൊണ്ട് നമ്മളെ ഇല്ലില്ല. ഇല്ലില്ല, അങ്ങനെ നമ്മൾ ക്രാഷായി. Any scenes? ഇല്ലില്ല, ഞാൻ ഓക്കെ. ഇല്ലില്ല, ഒന്നുമില്ല. ക്രാഷായ വണ്ടി. എന്താ പറ്റിയ ബ്രോ? ഹാൻഡിൽ ബെൻഡായി, ഓലിവേഴ്സ് ബെൻഡായി. ഓക്കെ, ഇത്ര സാധനങ്ങളായിട്ട് പറ്റി. ഞാൻ സേഫാണ്, എനിക്കൊരു സീനില്ല. അതാണ് നമ്മുടെ റൈഡിങ് സ്യൂട്ട് ഇട്ടാനുള്ള ഒരു യൂസ് ഇട്ടാ. എനിക്ക് തോന്നുന്നു സീനൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒരു റെസ്റ്റൊക്കെ എടുത്തു. എൻ്റെ ഫസ്റ്റ് ക്രാഷ് ആയിരുന്നു, ആദ്യത്തെ വീഴ്ച ആയിരുന്നു. ക്ലച്ചൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് വീഴ്ത്തണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചവിട്ടിയിട്ടതാ. എന്തോ ടയർ പ്രഷറൊക്കെ എന്തോ കൂട്ടിയിട്ടാണ്, കുറച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് പിന്നെയും ട്രാക്ക് ഇറങ്ങണേന്. അപ്പോൾ അതിൽ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ വണ്ടി ശരിക്കും കിടത്തി. അതാണ് പറ്റിയത്. ഞാനല്ല കിടന്നത്, വണ്ടി കൂടുതൽ കിടന്നു. അതാണ് നമുക്ക് മെയിനായിട്ട് പണി കിട്ടിയ കേട്ടോ. അതാണ് ആ വീഴ്ച വീണത്. അപ്പോൾ നമ്മൾ മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയും ജസ്റ്റ് ഒരു കുറച്ചും കൂടെ ഓടിക്കാം. ഇന്ന് വൈകിട്ട് 5 മണി വരെ പരിപാടിയുള്ളൂ, അതവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അത്രയും നേരം നമുക്ക് ഒരു കൂടിയൊന്നും എനിക്കൊരു 2-3 സെഷനും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ അത്രയും കൂടെ നമുക്ക് ഓടിക്കാം. ഇനി വ്ളോഗൊന്നുമില്ല, ജസ്റ്റ് ഇനി ഓടിക്കുന്നില്ല, ജസ്റ്റ് ഇനി ഓടിച്ച് പഠിക്കട്ടെ എന്താ അവസ്ഥ. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ട്രാക്ക് ഡേ. ഇതാണ് സെറ്റപ്പ്. ഇപ്പോൾ ചെറിയൊരു ട്രാക്കാണ്, ബട്ട് നമുക്ക് ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇവിടെ. സിമ്പിളായിട്ട് എങ്ങനെ ടേൺസ് എടുക്കണം, ഏത് കേർവ്സ്, എത്ര സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ ഗിയർ മാറണം, എപ്പോഴും സെക്കൻഡ് ഗിയറിൽ തന്നെ ഓടിക്കണേ. അപ്പോൾ ഇനിയും BMW ഇങ്ങനെ ട്രാക്ക് ഡേയ്സും പരിപാടിയൊക്കെ ഉണ്ടാവും. BMW ഓണേഴ്സിനായാലും അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. പിന്നെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി ഉദ്ദേശിച്ചതിനെക്കാട്ടും അടിപൊളിയാണ്. ഞാൻ കുറച്ച് ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു ഈ ട്രാക്ക്, പക്ഷേ നല്ല രസമുണ്ട്. വണ്ടി ഭയങ്കര ഫ്ലിക്കബിളാണ്. ഇപ്പോൾ മിഷ്ലിൻ്റെ ടയേഴ്സ് ആട്ടോ എടുക്കണം. മിഷ്ലിൻ്റെ ടയേഴ്സ് ആയതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ട് വളയ്ക്കാനായാലും. നമുക്ക് നല്ല ഗ്രിപ്പ് ഉണ്ട് സാധനം. പിന്നെ വണ്ടി ഭയങ്കര ഫ്ലിക്കബിളാണ്. ഭയങ്കര ഫ്ലിക്കബിൾ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതൊരു ബുദ്ധിമുട്ടില്ല. നല്ല രസമുണ്ട് കേട്ടോ ഓടിക്കാൻ. ഞാൻ ഉദ്ദേശിച്ചേക്കാട്ടും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ 310R ട്രാക്കിൽ ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു.
കഴിഞ്ഞിട്ട് നമ്മുടെ ഏജയുടെ വക ചെറിയ സ്റ്റണ്ട് ഷോ. അതെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ BMW മോട്ടറിൻ്റെ G310R റൈഡേഴ്സ് അക്കാഡമി അല്ലേ, അത് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഉഷാറായിരുന്നു. ഞാൻ മണ്ണ് ടെസ്റ്റ് ചെയ്തു. അതാണ് നിങ്ങൾക്ക് ഇതേ കാണുന്ന വര, അതാണ് ഞാൻ വീണ സ്ഥലം കേട്ടോ. അവിടെയാണ് ഞാൻ വീണത്. വീണിട്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. അത് ഇതേപോലത്തെ സാധനമൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ക്ലച്ച്ലെസ്സിൻ്റെ വളരെയധികം ഗൈഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ജീവനോടെ തിരിച്ച് എഴുന്നേറ്റ് നടന്നു വന്നു കേട്ടോ. ഞാൻ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടിച്ചു വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ബോറിംഗ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വണ്ടി നല്ല രസമുണ്ട് ഓടിക്കാൻ. ഈ ചെറിയൊരു ട്രാക്ക് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധനം ഓടിക്കാനായിട്ട്. പിന്നെ ഓൾവിനെ ഹൗ വാസ് ഇറ്റ്? ഭയങ്കര ഹാൻഡ്ലിംഗ് അടിപൊളിയായിരുന്നു. മറ്റേ ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും കുറവുകൾ? ഫുഡ് പാക്ക് അല്ലേ? ഞാനും ആ ഫുഡ് പാക്ക് ഒരഞ്ഞാട്ടോ ഞാൻ തലകുത്തി വീണത്. അപ്പൊ അത് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആയനെ. ഭയങ്കര പെട്ടെന്ന് അറിയണോ. ഓക്കെ, സോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ട്രാക്ക്. ഇവിടെ തൃശ്ശൂർ 2 ട്രാക്ക് ഉണ്ട്. ഇതൊരു സ്പീഡ് വേ ട്രാക്ക്, മറ്റേതാ ഗാരോൺ പ്ലേ അറീന അല്ലേ. അവിടെ ഗോ കാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, അതായിരുന്നു നമ്മുടെ ചെറിയൊരു വ്ളോഗായിരുന്നു. നമ്മുടെ ഒരു ട്രാക്ക് ഓടിക്കണം, ട്രാക്ക് എക്സ്പീരിയൻസും. ഞാൻ ആദ്യമായിട്ടാണ് ഗോ കാർട്ട് ട്രാക്കിൽ ബൈക്ക് ഓടിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അപ്പോൾ BMW ഇനിയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇനിയും ഓർഗനൈസ് ചെയ്യണം. ഇനി അടുത്തത് ബാംഗ്ലൂരും, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിംഗ് അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും അല്ല, നിങ്ങൾ സ്വന്തം. ബൈ. റെക്കോർഡിംഗ് ആണോ? അത്ര നേരം ഞാൻ കിട്ടിയാ അവിടെ കിട്ടി. നമ്മുടെ ക്ലച്ച്ലെസ് നമുക്ക് നൈസായിട്ട് ടയർ പ്രഷറൊക്കെ കുറച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ വണ്ടിക്കും എന്തോ ഒരു എയർ പ്രഷറിൻ്റെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് എന്തോന്നാ പറഞ്ഞത്. ലൈറ്റൊക്കെ ഉണ്ട്, ടോർച്ചൊക്കെ അടിക്കാം. അപ്പോൾ അത് നമ്മുടെ ക്ലച്ച് നമുക്ക് ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടി എയർ പ്രഷർ കുറച്ചിട്ടുണ്ട്. എത്ര ഇടണേ ഫ്രണ്ട്? ഫ്രണ്ട് എനിക്ക് 45, ശരിക്കും 20 25 ഇടുന്നത്. പക്ഷേ എനിക്ക് മാത്രം ക്ലച്ച് 45 ഇട്ടു വന്നു. അങ്ങനെ ശരിക്കും 40 ഉണ്ടായതാ.